ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഐക്കയുടെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ഒരു പച്ചയും വെള്ളയും കോമ്പിനേഷനിലുള്ളൊരു ഡിസൈൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതേ മോഡലിൽ ഒരു പച്ച വെച്ചിട്ട് പച്ചയും വൈറ്റും കോംബോ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളും ആൻഡ് കിച്ചൺ ഡൈനിങ് ടേബിൾ സെറ്റ്, അതായത് കിച്ചണിൻ്റെയും ഡൈനിങ് ടേബിളിൻ്റെയും മൊത്തത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ക്രോക്കറി ഐറ്റംസ് ഒക്കെ നല്ല ഈ കളറിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെയേഴ്സ് ആയാലും ടേബിൾ ആയാലും എല്ലാം നല്ല കളർ കോമ്പിനേഷനും കൂടെ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള, അതായത് ഏതൊക്കെ മോഡൽ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ എന്താ പറയുക, പല തരത്തിലുള്ള ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് തരത്തിലായാലും നമുക്ക് ഏതാണോ വേണ്ടത് ആ വേണ്ടുന്ന ഡിസൈൻസിനനുസരിച്ചിട്ട് അവർ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് ഇവരുടെ ഐക്യയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ എല്ലാവരും എന്ത് വീട് ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് കണ്ട് നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ഡിസൈൻസ്, ഇത് നമുക്കിപ്പോൾ സിംഗിൾ പീസായിട്ട് ഏത് മോഡൽ പൈപ്പ് നമുക്ക് വേണോ ആ മോഡൽ പൈപ്പ്, നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന വാഷ് ബേസിനിലൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പില്ലേ, ആ പൈപ്പിൻ്റെ മോഡലാണിത്. ഏത് ഡിസൈൻ വേണം എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സിംഗിൾ പീസായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കാനും ഇവിടുന്ന് പറ്റും. സെലക്ട് ചെയ്തിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവില്ല വലിയ പൈപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ കിച്ചണിൻ്റെ സിങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇതും അതേപോലെ നമ്മുടെ കിച്ചൺ ഡ്രോയേഴ്സ് ഉണ്ടാവില്ലേ, ഇപ്പോഴത്തെ എല്ലാം മോഡുലാർ കിച്ചണിലെല്ലാം കുറേ ഡ്രോയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഡ്രോയേഴ്സിനകത്ത് ചിലപ്പോൾ പ്ലെയിൻ ആയിട്ട് ഡ്രോയേഴ്സ് സെറ്റ് ചെയ്തിട്ട് ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഈ ഓരോ ഐറ്റംസും നമ്മുടെ സ്പൂൺസ് ആയാലും ഫോക്കായാലും നമ്മുടെ തവികളൊക്കെ ആയിട്ടും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഓരോരോ റാക്ക് അല്ലെങ്കിൽ ഓരോരോ ട്രേസ് ആണ് ഇതെല്ലാം. ഇതും ഇതേപോലെ സെപ്പറേറ്റ് കിട്ടും നമുക്ക്. ആൻഡ് ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ബിസിനസ് ഏരിയയിലേക്കാണ്, ഈ ഐക്യയുടെ ബിസിനസ് സെക്ഷനിലേക്ക്. അതായത് ഒരു ഓഫീസിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ, നിങ്ങൾക്ക് അവിടെ എഴുതി കാണാം ഐക്യ ബിസിനസ് എന്നുള്ളത്. ഒരു ഓഫീസിൻ്റെ സെറ്റപ്പ്, ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ള ചെയേഴ്സ്, ടേബിൾസ്, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം എങ്ങനെ സെറ്റ് ചെയ്യാം, ഇത് സിംഗിൾ പീസായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചെയേഴ്സാണ്. പിന്നെ നല്ല നല്ല ഡിസൈൻസൊക്കെ ആയിട്ട് നല്ല വീലൊക്കെ ആയിട്ടുള്ള ചെയേഴ്സും കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്കൊരു സെറ്റായിട്ട് തന്നെ ഇവർ ചെയ്തു തരും, അതായത് ഡിസൈൻ ചെയ്തിട്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ സിംഗിൾ കോട്ടുകളുടെ ഒരു വെറൈറ്റീസാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഇതിൽ കാണുന്നത് പോലെ ഡിസൈൻസിലായിട്ടുള്ള നല്ല ബെഡും കാര്യങ്ങളും ഈ ഒരു മാട്രസസും എല്ലാം അവർ നമുക്കിതിൻ്റെ കൂടെ തരും. ഈ ഒരു മാട്രസസും എല്ലാം കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ വില അതിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ നമുക്കിതിനെ കൂട്ടിയിട്ട് ഒരുമിച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. കാണുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനാണ്. അതായത് ബെഡ്, അതിൻ്റെ കാര്യങ്ങൾ, അതിനകത്ത് ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ക്രാഡിലും അവരുടെ തൊട്ടിലൊക്കെ ഇവിടെ വെക്കാം. അതിൻ്റെ തൊട്ടിലിൻ്റെ നല്ലൊരു ഡിസൈനല്ലേ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കുട്ടിക്കൊരു ലൈറ്റൊന്നും അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാം അതിൻ്റേതായ ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഈ റൂമിൻ്റെ ഫുൾ മോഡൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഈ കാണുന്ന വാർഡ്രോബ്സ് ആണെങ്കിലും നല്ല മാറ്റ് ഫിനിഷാണ് അതിൻ്റെ ഈ ഡോറൊക്കെ കാണാനും. നല്ല തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് അതിൻ്റെ ഡോർസൊക്കെ ഉള്ളത്. നല്ല ഭംഗിയിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഒരു ബെഡ്റൂമിനകത്തുള്ള വാഷ്റൂമിൻ്റെയും സെറ്റിംഗ് ആണ്. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ അകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര സ്റ്റോറേജ് സ്പേസസ് ആണ് അവരിവിടെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്ക്. ആ മുന്നിൽ കാണുന്നതും ഈ സൈഡിലുള്ളതും ഒക്കെ സ്റ്റോറേജ് സ്പേസസ് ആണ്. അപ്പോൾ ഈ സ്റ്റോറേജ് സ്പേസസിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വെക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യയിലുള്ള വിവിധ ബെഡുകളുടെ ഒരു വെറൈറ്റിയാണ്. അതായത് ഓരോ ബെഡുകൾ, ഇപ്പോൾ ഈ കാണുന്ന പേരുകളിലുള്ള ടൈപ്പ് ഓഫ് ബെഡുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഐക്യക്ക്. അത് എങ്ങനെയൊക്കെയാണ്, അത് എത്രത്തോളം സോഫ്റ്റാണ്, എന്താണ് അതിനകത്തുള്ളത് എന്നുള്ള ഒരു വിഷ്വലാണ് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത്. ഈ ഓരോ ബ്രാൻഡിൻ്റെ മാട്രസസൊക്കെയാണ് ഇവിടെ ഐക്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളുടെ കാഴ്ചകളാണ്. നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഇതുപോലത്തെ ലൈറ്റ്സിൻ്റെ ഒക്കെ സെക്ഷൻ വേറെ ഉണ്ട്, അത് നമുക്ക് വീണ്ടും ഇതിൽ കാണാവുന്നതാണ് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ. ഇതൊക്കെ ഒരു സ്റ്റഡി ടേബിളും അതിൻ്റെയൊക്കെ ഡിസൈൻസൊക്കെ ഇതുപോലെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ്, അതിനകത്തുള്ള സെറ്റിങ്സ്, അതൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഓർണമെൻറ്റ്സിനുള്ള ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് സ്പേസ് പോലെ അതും കാണിച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള ഓരോ സ്റ്റോറേജിൻ്റെ ബോക്സസിനകത്തും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കിഡ്സിൻ്റെ ബെഡ്റൂംസൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആണ്. നല്ല നല്ല വെറൈറ്റി ആയിട്ട് ഭംഗിയിൽ നല്ല കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓരോ കിഡ്സ് റൂമും എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ബെഡും കാര്യങ്ങളും, പിന്നെ കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഇതുപോലത്തെ ഒരു സാധനം. ഹാങ്ങിങ് ആകുമ്പോൾ സ്പേസ് നമുക്ക് വേറെ എക്സ്ട്രാ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ ഹാങ് ചെയ്ത് വെച്ച് അതിനകത്ത് ഇട്ട് വെച്ചോളും. ഇത് നല്ല വൈൽഡ് ലുക്കാണ്, ഒരു കാടിലേക്ക് കയറിയൊരു ലുക്കില്ലേ, ഇതുപോലെ കുട്ടികളുടെ ഇങ്ങനെ കയറി പോകേണ്ട ബെഡ് സ്പേസൊക്കെ കൊടുത്തിട്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഈ സ്റ്റെയർ ക്ലോസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ സുരക്ഷയ്ക്കാണെന്ന് പറഞ്ഞിട്ട് അത് ഗ്ലാസ് വെച്ച് അടച്ചിട്ടുള്ള ഇതുപോലെ ഒരു ഹാങ്ങിങ്സും. നമ്മളിപ്പോൾ താഴത്തെ ഫ്ലോറിലേക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ്. താഴെ അധികം കിച്ചൺ അപ്ലയൻസസ് ആയിട്ടുള്ള കാര്യങ്ങളും ക്രോക്കറീസ്, ഹോം ഡെക്കേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള കണ്ണ് നല്ല കുളിർമയില്ലേ കാണുമ്പോൾ. നല്ല ഭംഗിയുള്ള നല്ല നല്ല കളേഴ്സിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള അപ്ലയൻസസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ എത്തിയിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ല കുഷൻസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കുഷൻസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയിൽ അതൊക്കെ ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയിൽ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യില്ലേ അത്. അപ്പോൾ നമുക്ക് അത് എടുക്കാനും ഒക്കെ നല്ലൊരു മനസ്സ് തോന്നും. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ നല്ല സ്റ്റോറേജ് ബോക്സസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ വാർഡ്രോബ്സിലും ഇങ്ങനെ കാണാൻ ഓപ്പൺ ഷെൽഫിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ സ്റ്റോറേജ് ബോക്സസ് ആണ്. ഇതിനൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ എന്നല്ലേ. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചൂരൽ, അതായത് പുൽപ്പായ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ, ആ ഒരു പുൽപ്പായൻ്റെ മെറ്റീരിയൽ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോറേജ് ബോക്സസ് ആണ് ഈ ഐക്കയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. നല്ല ഭംഗിയിലുള്ള കുഞ്ഞു 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 ബോക്സസും വലിയ ബോക്സസും ചെറിയ ബോക്സും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇനി അങ്ങോട്ട് നമുക്ക് ലൈറ്റ്സിൻ്റെ സെക്ഷനാണ് അവൈലബിളായിട്ട് കാണുന്നത്. നല്ല 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 വിവിധ തരത്തിലുള്ള ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത് പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ലൈറ്റ്സ് ഒക്കെയാണത്. അതായത് അധികം ഹാംഫുൾ അല്ലാതെ. ഈ കാണുന്ന ലൈറ്റ്സ് ഒക്കെ കണ്ടോ, കുഞ്ഞു കുട്ടികളുടെ റൂമിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ പെൻസിലിൻ്റെ ഒക്കെ ഡിസൈനിലുള്ള ഇത് ലൈറ്റ്, മൂങ്ങയുടെ ഡിസൈനിലുള്ളത്, പാണ്ടേൻ്റെ ഡിസൈനിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കാണാനൊക്കെ ഈ ലൈറ്റ്സൊക്കെ
നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ വേണ്ടി. അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈറ്റ്സിൻ്റെ സെക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല നല്ല രീതിയിലുള്ള ഇതൊക്കെ പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. ഇത് ഈ കണ്ടില്ലേ, നമ്മുടെ ചൂരൽ, കസേരയൊക്കെ ഉണ്ടാക്കുന്ന ചൂരലില്ല, അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ ലൈറ്റ്സ്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് വെറൈറ്റി ആയിട്ടുള്ള ക്ലോക്കുകളുടെ ഡിസൈൻസും പിന്നെ ഇത് എന്താ പറയുക, നമ്മുടെ വാൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ ഫ്രെയിംസൊക്കെ ഉണ്ടല്ലോ. നല്ല 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 ടൈപ്പ് ഫോട്ടോ ഫ്രെയിംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആ ഫോട്ടോ ഫ്രെയിംസൊക്കെ എങ്ങനെ നമ്മളൊരു വാളിൽ സെറ്റ് ചെയ്യണം അതൊക്കെ ഇവിടെ നമുക്ക് ഷോക്കേസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൂടാണ്ട് കുറേ ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ, ഫ്ലവേഴ്സ്, ഫ്ലവർ പോട്ട്സ്, ഫ്ലവർ വേസസ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയൊരു ഏരിയ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഐക്കിയയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ബൈക്കിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.